2024 വേൾഡ് ആം റെസ്ലിംഗ് മോൾഡോവിൽ വെച്ച് നടന്ന വേൾഡ് ആം റെസ്ലിംഗിൽ എന്റെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് സെക്കൻഡ് പൊസിഷൻ കിട്ടി. ഗായ്സ്, അപ്പച്ചൻ ഒരു ഫിസിക്കൽ ട്രെയിനർ ആയിരുന്നു. ഞാനൊരു സാധാ LP സ്കൂൾ അധ്യാപിക TTC. ഞങ്ങളുടെ സ്കൂളിലൊരു ഫിസിക്കൽ ട്രെയിനർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻചാർജ് എനിക്ക് കിട്ടുമായിരുന്നു. ഇൻചാർജ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ കുട്ടികൾക്ക് പ്രാക്ടീസ് ഒക്കെ കൊടുക്കുമായിരുന്നു. സബ് ജില്ലാ തലത്തിലൊക്കെ കുട്ടികൾക്ക് പ്രൈസ് കിട്ടാൻ സാധ്യത വന്നതിൽ ഒരു കാരണക്കാരി ഞാൻ കൂടിയാണ്. പക്ഷെ എല്ലാ ക്രെഡിറ്റ്സും എനിക്കൊന്നും ഇല്ലെങ്കിലും എന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ട്രെയിനറെ കാണാൻ പറ്റി, ഒരു സുബൈ സാറിനെ. സാറാ പറഞ്ഞത്, ടീച്ചറെ നിങ്ങളുടെ കൈക്ക് നല്ല കരുത്തുണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ നിങ്ങൾക്കൊന്ന് ആംബസിംഗിൽ ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചായിരുന്നു. പറവൂരടുത്തുള്ള ജീമോൻ പാർക്കിൽ. അദ്ദേഹമാണ് എൻ്റെ ട്രെയിനർ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹം ആംബസിംഗിൽ വേൾഡ് ലെവലിലേക്ക് പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് ട്രെയിനിങ് തന്നു. ആദ്യത്തെ മത്സരത്തിൽ എനിക്ക് എറണാകുളം ജില്ലയിലേക്ക് വിൻ ചെയ്യാൻ പറ്റി. പക്ഷെ സ്റ്റേറ്റിൽ ഞാൻ പൊട്ടിപ്പോയി. കാരണം ട്രെയിനിങ്ങിൻ്റെ എൻ്റെ ആ ബിഗൈനർ എന്ന നിലയിലുള്ള എൻ്റെ ഒരു മോശം പ്രകടനം. പിന്നീട് അങ്ങോട്ട് ഞാൻ സ്വന്തമായിട്ട് വെയ്റ്റ് ലിഫ്റ്റിംഗ് സംഗതികളൊക്കെ സംഘടിപ്പിച്ചെങ്കിലും വാമപ്പ് ചെയ്യാത്തതുകൊണ്ട് റൈറ്റ് സൈഡിലൊരു പരിക്ക് പറ്റിയതോടെ ആംബുലൻസിങ് തൽക്കാലത്തേക്ക് ഞാൻ 2 വർഷത്തേക്ക് നിർത്തി. കാരണം അത്രയും വലിയ പരിക്കായിപ്പോയി, ടയർ വന്നു. ഡോക്ടർ മെഡിക്കൽ ടെസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇതൊന്നും പാടില്ല, നിർത്തിക്കോളാൻ പറഞ്ഞു. ഉള്ളിൻ്റെ ഉള്ളിലും എനിക്ക് അതിൻ്റെ ഉള്ളിലൊരു ഫയർ എന്ന് പറയില്ലേ, അതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആംബുലൻസിലേക്ക് ഇറങ്ങി. പിന്നീട് അങ്ങോട്ടേക്ക് ജീമോൻ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ 2022 ജയിച്ചു, 23 പിന്നെ 24 എൻ്റെ ഏറ്റവും അതിനെ സന്തോഷിപ്പിച്ചൊരു വർഷം എന്ന് പറയാം. സ്റ്റേറ്റിൽ കിട്ടി, നാഷണൽ നാഗ്പൂരിലായിരുന്നു, അവിടെ വിൻ ചെയ്യാൻ പറ്റി. അതുവഴി വേൾഡ് ലെവലിലേക്ക് പങ്കെടുക്കാൻ പറ്റി. ട്രെയിനിങ് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഈ ഒരു ആം റെസ്ലിങ്ങിന് റിസ്റ്റ് പവറും ഷോർട്ട് പവറും ആണ് മെയിനായിട്ട് വേണ്ടത്. അല്ലാണ്ട് ബോഡി മൊത്തം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഞാനൊരു ജിം സെറ്റ് ചെയ്തു. ഇത് ഏകദേശം 3 കിലോ വെയിറ്റ് ഉണ്ട്. ഇത് സ്പീഡിനും കാര്യങ്ങളിലും ഈ 2 ഫിംഗറിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഫിംഗർ മെയിൻ ആയിട്ടാണ് കുക്കിംഗ് ആണ് ഏറ്റവും വലിയ ടെക്നിക്കാണ് വേണ്ടത്, അല്ലാണ്ട് മസിലല്ല വേണ്ടത്. ഇതാണോ ഇൻസ്പിറേഷൻ? അതാണ് ഇൻസ്പിറേഷൻ. കാരണം എന്നെ തോൽപ്പിച്ച ലേഡിയുടെ ആ വാശി, അവരുടെ നോട്ടമൊക്കെ എനിക്ക് ഇപ്പോഴും തീയായിട്ട് എന്റെ മനസ്സിൽ കിടക്കണം. ഇതാണ് എനിക്ക് കിട്ടിയ മെഡലുകൾ. ഇത് കാണുമ്പോൾ സന്തോഷം. എല്ലാം വളരെ സന്തോഷം. ഇങ്ങനെയൊരു അനുഗ്രഹം തമ്പുരാൻ തന്നതിന്. ഞാനേതായാലും എന്റെ തേരോട്ടം തുടരും.